ഞങ്ങളുടെ പ്രതിനിധി അർച്ചനയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അർച്ചന, ഇതിൻ്റെ നാൾവഴികൾ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ പുറത്തേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ റോൾ ഉണ്ടായത് അൻസിബയ്ക്കാണ്. ആ അൻസിബ അടക്കം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വരെ എത്തി നിൽക്കുന്ന കൾമിനേഷൻ, അതിൻ്റെ പരിണാമം എന്ന് പറയുന്നത് മുഴുവൻ പരിശോധിക്കുമ്പോൾ അജിംഷാദ്, നടി ആക്രമിച്ച കേസ് മുതൽ തുടങ്ങിയതാണ് അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി വലിയ പൊട്ടിത്തെറികൾ അമ്മ സംഘടനയ്ക്കുണ്ടായി. പിന്നീട് വന്നതാണ് ഈ ശ്വേതാ മേനോനുമൊപ്പം കുക്കു പരമേശ്വരുമൊക്കെ അടങ്ങുന്ന ഒരു സ്ത്രീപക്ഷത്തുള്ള അമ്മ എന്ന രീതിയിലേക്ക് സംഘടന വന്നത്. അതിൽ വലിയ രീതിയിൽ പ്രതീക്ഷ ആ സംഘടനയ്ക്കകത്തുള്ളവർക്കുമൊപ്പം പൊതുസമൂഹത്തിനുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു സംഘടനയ്ക്ക് തലപ്പത്തേക്ക് സ്ത്രീ വരുന്നു, അതും വർഷങ്ങൾക്ക് ശേഷം എന്നത് വലിയ പ്രത്യേകതയുള്ളതായിരുന്നു. അതിനുശേഷം വിപ്ലവകരമായ മാറ്റങ്ങളടക്കം ഈ സംഘടനയ്ക്കകത്തുണ്ടാകും എന്ന് വിശ്വസിച്ച ആളുകളാണ് പലരും. പക്ഷേ പിന്നീട് കണ്ടതും നമ്മുടെ മുന്നിലൂടെ പോയ കാഴ്ചകളും ഒന്നും അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് അകത്ത് നടന്ന പ്രശ്നങ്ങൾ, ഒപ്പം അത് പിന്നീട് വലിയ രീതിയിൽ പൊട്ടിത്തെറികൾ പുറത്തേക്ക് വരെ എത്തിയതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രധാനമായും അൻസിബ എന്ന പെൺകുട്ടി ഒരു പരാതി അമ്മ സംഘടനയ്ക്കകത്ത് ഉന്നയിച്ചു. ആ ഘട്ടം മുതൽ അമ്മ സംഘടന എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സ്ത്രീ പക്ഷത്തുള്ള സംഘടന എന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞു വന്ന ഒരു സംഘടന, പക്ഷേ അൻസിബയുടെ പരാതി അത്തരത്തിൽ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അതിൽ കൃത്യമായ നടപടിയെടുക്കാനോ അതിൽ വിശദീകരണം നൽകാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. അൻസിബ പ്രധാനമായും ഉന്നയിച്ച 2 പരാതികൾ, ഒന്ന് ടിനി ടോമുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ടിനി ടോം തന്നോട് ഇത്തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ വംശീയമായി അധിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സംഘടനയ്ക്കകത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ പരാതിയായി പറഞ്ഞതാണ്. പക്ഷേ അതിൽ യാതൊരു നടപടിയും അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനെയൊക്കെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ തള്ളുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് ഈ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അവർ ഇത്തരത്തിൽ പോലീസിലേക്ക് പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നടപടിയും അല്ലെങ്കിൽ നാടകീയമായ സംഭവങ്ങളൊക്കെയാണ് നടന്നത്. പിന്നീട് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തിന് ഇത്തരത്തിൽ ഒരു മതസ്ഥാപനത്തിൽ നിന്ന് അമ്മ സംഘടന, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു സംഘടന ഇത്തരത്തിൽ പണം വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാരുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുള്ള സംഘടന. അതാണ് അതിൻ്റെ സമഗ്രതയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും വിഴിഞ്ഞം പോർട്ടൽ മാത്രമല്ല, ഈ സിനിമാ സംഘടനയിലേക്കും താരസംഘടനയിലേക്കും അദാനി അടക്കം സംഘപരിവാറിനെ നുഴഞ്ഞുകയറ്റത്തിൽ ശ്രമിച്ചു. അതിന് നിദാനമായി ശ്വേതാ മേനോൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. എന്തായാലും ഇതിൻ്റെ സമഗ്രതയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. പ്രതികരണങ്ങളാണ് മാലാ പാർവതി, അൻസിബയും നൽകിയത്.